വാക്യത്തിലേക്ക് വേഗത്തിൽ അവൻ നമ്മുടെ ശ്രദ്ധയത്തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം അമ്മയ്ക്കുന്നത് വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിനും അവരുടെ കൃപയുടെ വചനത്തിനും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം ഇവിടെ കാണുന്ന വചനഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാർ. ആ ഭാഗങ്ങൾ ഞാൻ വിട്ട് ഇന്ന് പകൽ സ്തോത്രം ഇന്നത്തെ ചിന്തക്കായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ആ ഭാഗത്തേക്ക് വരാം. ഇന്നത്തെ ദൂതിലാണ് നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിനും അവരുടെ കൃപയുടെ വചനത്തിനും ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ദാസൻ വിളിച്ച് പറയുന്ന ഒരു വാക്കത്രേ, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിനും അവരുടെ കൃപയുടെ വചനത്തിനും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇതുപോലെ പുതിയ ശുശ്രൂഷകൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുവാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പാസ്റ്റർ അല്ല നിങ്ങൾക്ക് ആത്മീക വർധനവ് വരുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിപ്പാൻ ഒരു വേദി നിങ്ങൾക്ക് ഒരുക്കി നൽകിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് പാടുവാൻ, നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ ഒരു പ്ലാറ്റ്ഫോം, ഒരു ചാനൽ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇതെല്ലാം അവൻ താൽക്കാലികം ആയിരിക്കുമ്പോൾ ഒരിക്കൽ അവൻ സ്തോത്രം കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുവാൻ ഇടയായി. അവൻ സ്തോത്രം അവൻ കലങ്ങിയ പൗലോസ് നട്ടു, അല്ലെ? അപ്പോലോസ് എന്ത് ചെയ്തു? വെള്ളം ഒഴിച്ചു. ദൈവമത്രേ എന്ത് ചെയ്തേ? വളരുമാറാക്കിയത്. അപ്പോ ഇവിടെ നടുവാൻ ചിലരുണ്ടായിരുന്നു, നനയ്ക്കുവാൻ ചിലരുണ്ടായിരുന്നു. നിലനിന്ന് കൂട്ടിച്ചേർക്കാം. അവൻ സ്തോത്രം നിനക്ക്, അവൻ സ്തോത്രം അവൻ ഈ വൃക്ഷത്തിന്റെയൊക്കെ മൂട്ടിൽ അവൻ വേല ചെയ്ത് അതിൽ അവൻ സ്തോത്രം അത് ചില വളമിടാൻ അല്ലെങ്കിൽ ഉരമിടുവാൻ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യാദികൾ അതിന്റെ വൃക്ഷത്തിന്റെ മൂട്ടിൽ ചെയ്യുവാൻ ചില മാനുഷിക കരങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ, നമുക്ക് വർദ്ധനവ തരുന്ന ദൈവമാണ്. നമ്മെ വർദ്ധിപ്പിക്കുന്നത് ദൈവമാണ്. 2025 ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ മാസത്തിന്റെ ആരംഭ വേളാഴ്ചയായ ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ സ്തോത്രം ആരെല്ലാം എന്തെല്ലാം തന്നെ നിനക്ക് സഹായങ്ങൾ നിന്നെ സഹായിക്കുക, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി കർത്താവ് നിന്നെ നോക്കി പറയുന്നു, രാത്രി വചനത്തിന്റെ വെളിപ്പാട് നിന്നോട് ഞാൻ പറയട്ടെ, എന്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും.
കൃപയുടെ വചനവും ദൈവവും കൃപയുടെ വചനവും ദൈവവും കൃപയുടെ വചനവും എത്രപേർക്കുന്നുണ്ട്? ദൈവവും കൃപയുടെ വചനവും ദൈവവും കൃപയുടെ വചനവും. ഓ, in the name of Jesus, ദൈവവും കൃപയുടെ വചനവും ദൈവവും കൃപയുടെ വചനവും ഇതിനകത്ത് ഹല്ലേലൂയ, ഇതിനകത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നു. ഇതിനകത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുന്നു. ഇതിനകത്ത് കൃപയുടെ വചനം ചലിക്കുന്നു. നിന്നെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള, നിന്നെ വളർത്തുവാൻ കഴിവുള്ള, നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വർദ്ധനവ് വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയുടെ വചനവും ഈ രാത്രിയിൽ ചലിക്കുന്നു. ഹല്ലേലൂയ. ഈ ലൈവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെയും നോക്കി ഈ രാത്രി കഥ പറയുന്നു, അങ്ങനെ ഒരു മനുഷ്യനല്ല നിനക്ക് ആത്മീയ വർദ്ധനവ് തരുവാൻ പോകുന്നത്. ഒരു പാസ്റ്റർ അല്ല നിനക്ക് ആത്മീയ വർദ്ധനവ് തരുവാൻ പോകുന്നത്. ഒരു ഡിനോമിനേഷൻ അല്ല ഈ ലോകത്തിലെ ഒരു ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കുമോ എന്ന് പറഞ്ഞാൽ താഴ്ന്നുകൊണ്ടിരിക്കുമോ, ഇൻക്രീസ് ആകുന്നതിന് പകരം വർദ്ധിക്കുന്നതിന് പകരം ഇന്ന് താഴ്ന്നുകൊണ്ടിരിക്കുമോ, ഇന്ന് രാത്രി കഥ പറയുന്നു ദൈവവും കൃപയുള്ള വചനവും നിന്നെ ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ആരൊക്കെയോ ചേർന്ന് നിന്നെ താഴ്ത്താൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി കഥ പറയുന്നു ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ? കൃപയുടെ വചനത്താൽ, കൃപയുടെ വചനത്താൽ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നു. ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ വചനം ഈ രാത്രിയിൽ ചലിക്കുന്നത് നിന്റെ ആത്മീയ പഠനത്തിൽ നിന്നും നിന്റെ ആത്മീയ ജീവിതത്തിൽ ആശ്വാസിച്ച അനുഭവത്തിൽ നിന്നും നിന്റെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴൊക്കെ വേല ചെയ്തിട്ടും എപ്പോഴൊക്കെ വാങ്ങിയിട്ടും എന്തൊക്കെ തന്നെ ചെയ്തിട്ടും എപ്പോഴൊക്കെ വേദികൾ സാഹചര്യങ്ങൾ നിന്റെ ലൈഫിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ സ്പിരിച്വൽ ലൈഫിൽ ഉണ്ടായിരുന്നിട്ടും പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന അളവിൽ വളരാൻ കഴിയാതെ, വർദ്ധിക്കാൻ കഴിയാതെ മുരടിച്ചിരിക്കുന്ന ആളുകളെയോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു കൃപയുടെ വചനം ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി ഈ രാത്രി ചലിക്കുന്നു. കൃപയുള്ള വചനം, കൃപയുള്ള വചനം. ഓ, ആകാശവും ഭൂമിയും മാറിയാലും വള്ളിക്കോ മാറ്റം സംഭവിക്കാത്ത കൃപയുള്ള വചനം. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീക വർദ്ധന. ഒരിക്കൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിക്കപ്പെടുന്നു. ഒരിക്കൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു ഒരു അമ്മയെയും ഒരു കുഞ്ഞിനെയും. സ്തോത്രം. ഈ കുഞ്ഞിന്റെ അപ്പൻ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥൻ അവൻ ആ കൂടാരത്തിൽ നിന്ന് ഇവിടെ ഇറക്കി വിട്ടു. ഇവിടെ ഇറക്കി വിടുമ്പോൾ ഇവിടെ കൈയിലേക്ക് ഒരു തുരുത്തി വെള്ളവും മറുതരത്തിൽ തന്റെ കുഞ്ഞുമായും ഈ സ്ത്രീ ആ കൂടാരത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജീവിതത്തിന്റെ പല മരുഭൂമികളിലൂടെ ഈ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഉയർന്നു നടക്കുന്ന, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഹാജർമാർ, ഏതെങ്കിലും ഇഷ്മായന്മാർ ഈ രാത്രികളെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു നിന്റെ
ഇവിടുന്ന് വായിക്കുമ്പോൾ ഈ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു ഒരിക്കൽ ആമേൻ ഈ കുഞ്ഞുമായി നോക്കണേ, ഈ കുഞ്ഞുമായി ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ കുഞ്ഞുമായി ഈ അമ്മ മരുഭൂമിയിൽ ഇങ്ങനെ ഉഴന്ന് നടക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഉഴന്ന് നടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതെ, എന്റെ രാത്രി ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നു. മുൻപിൽ മരുഭൂമി, പുറകിൽ മരുഭൂമി, ഇടതും വലതും മരുഭൂമി, കാണത്താത്ത ദൂരം മരുഭൂമി. ഇന്ന് രാത്രി അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? ആരെങ്കിലും ഇന്ന് രാത്രി അനുഭവിക്കുന്നുണ്ടോ? ജീവിതത്തിൽ കണ്ണെത്താത്ത ദൂരത്തിൽ പ്രശ്നം, മുൻപിലും പിൻപിലും ഇടതും വലതും എല്ലാം ജീവിതത്തിൽ പ്രതിസന്ധി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ചില പ്രതിസന്ധികളുണ്ട്. ഒരു ഭയങ്കര മരുഭൂമി. എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. രാത്രി ലൈഫ് പകച്ചെടുക്കുകയാണോ? എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചെടുക്കുകയാണോ? എവിടേക്ക് പോകണം എന്നറിയാതെ പകച്ചെടുക്കുകയാണോ? വല്ലാത്തൊരു അനുഭവത്തിലൂടെ, വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ഈ കടന്നു പോകുമ്പോഴാ പണ്ടാരമ്പോ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ സ്തോത്രം ഹല്ലേലൂയ, ഈ പാമ്പ് എന്ന് പറഞ്ഞ പാമ്പ് കടിച്ചവന്റെ തലയിൽ അല്ലെ ഇടിവെട്ടേറ്റത് എന്ന് പറയുന്നത് പോലെ, എന്ന് വെച്ചാൽ ഓൾറെഡി പ്രശ്നത്തിലാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലാകുമോ? ഓൾറെഡി പ്രശ്നത്തിലാണ്. അതിന്റെ മേലിലൂടെ മറ്റൊന്നൂടെ എന്നതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മുൻപും പിൻപും ഇടതും വലതും മരുഭൂമി കാണുമ്പോ എന്തു ചെയ്യണമെന്നറിയാതെ ഈ അമ്മയും കുഞ്ഞും പകച്ചു നിൽക്കുമ്പോ തന്റെ ഭർത്താവായ അബ്രഹാം തനിക്ക് കൊടുത്ത തുരുത്തിയിലെ വെള്ളം തീർന്നു പോയി. ഈ വെള്ളം തീർന്നു പോയപ്പോൾ, ഈ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയപ്പോൾ ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി, ഈ കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്? ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ഒരു തുരുത്തി വെള്ളം ഇവൾക്ക് കൊടുത്തയക്കുമ്പോൾ ആ തുരുത്തിയിലെ വെള്ളം തീർന്നു പോയി. എന്തുവാ സംഭവിക്കുന്നേ? ഇൻക്രീസായി, ഡിക്രീസായി, കുറഞ്ഞു പോയി, താണുപോയി, വറ്റിപ്പോയി. അല്ലെ? ഉപയോഗിച്ചവൻ തീർന്നു പോയി. അപ്പോൾ അവളിങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്കെന്റെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് ഇവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇവൾ ഒരു കൊടുങ്കാറ്റ് കണ്ട് ആ കാട്ടിനിടയിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഇട്ടുകളഞ്ഞു. ഈ കുഞ്ഞിനെ കൊടുങ്കാട്ടിനിടയിൽ കൊണ്ട് ഇട്ട് കളയുമ്പോ വേദപുസ്തകം എഴുതിയിരിക്കുന്നു, ഈ കൊടുങ്കാട്ടിനിടയിൽ കൊണ്ടിട്ടിട്ട് അമ്പിൻപാടും ദൂരത്തും
സഹോദരിയും നീ സഹോദരി ജീവിതത്തിൽ കാമൻ കരയുന്ന ഇവളുടെ ജീവിതത്തിൽ ഇതാ ഒരു ശബ്ദം കേൾക്കുന്നു. ആമേൻ, നിന്റെ കുഞ്ഞിന്റെ നിലവിളി എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ജീവിതത്തിന്റെ എവിടെയൊക്കെയോ ചിലതൊക്കെ തീർന്നുപോയി, ചിലതൊക്കെ തീർന്നുപോയി. ആമേൻ, ചില തുരുത്തികൾ ശൂന്യമായി ഈ രാത്രി ഇരുന്ന് നിലവിളിക്കുന്ന ഏതോ ചിലരുടെ, ഏതോ ചില തലമുറകളുടെ, ഏതോ ചില കുഞ്ഞുങ്ങളുടെ, ഏതോ ചില കുടുംബങ്ങളുടെ, ഏതോ ചില വ്യക്തികളുടെ നിലവിളി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കേട്ടിട്ട് ഈ രാത്രി നിന്നെ നോക്കി വിളിച്ചു പറയുന്നു, ഞാൻ ഈ രാത്രി ഇറങ്ങി വന്നിരിക്കുന്നത് നിന്റെ തുരുത്തിയെ നിറയ്ക്കാനല്ല, പകരം ഈ രാത്രി എത്ര തുരുത്തികളെ നിറച്ചാലും തീരാത്തത് ഈ രാത്രി ഞാൻ നിനക്ക് വേണ്ടി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആർക്കൊക്കെ വേണ്ടി ഈ രാത്രി കൃപയുടെ വചനം ചലിക്കുകയാണ്, കൃപയുടെ വചനം ചലിക്കുകയാണ്. എവിടെയൊക്കെയോ ചില ശൂന്യതകൾ കണ്ട്, എവിടെയൊക്കെയോ ചില മരുഭൂമികൾ കണ്ട്, എവിടെയൊക്കെയോ ചില കുറുങ്കാറ്റിനിടയിൽ വീട് കിടന്ന ചിലതിനെയൊക്കെ ഇന്ന് രാത്രി പൊക്കിയെടുക്കാൻ, ചിലതിനെയെല്ലാം ആത്മീക വർദ്ധനവ് നിനക്ക് നൽകി ദേശത്തിന്റെ നടുവിൽ നിന്നെ മാനിക്കാൻ ഈ രാത്രി നിനക്ക് വേണ്ടി കൃപയുടെ വചനം സ്വർഗത്തിന്റെ കീഴ്വാതിലെ തുറന്ന് ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്നത്. സ്തോത്രം. കൃപയുടെ വചനം ആത്മീക വർദ്ധനവ് നൽകുന്ന കൃപയുടെ വചനം, ആത്മീക വർദ്ധനവ് നൽകുന്ന കൃപയുടെ വചനം. ഇന്ന് രാത്രി ഈ വചനം നിനക്ക് വേണ്ടി ചലിച്ചാൽ ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മീക അധപ്പതനങ്ങൾ മാറി. ആമേൻ. നിന്റെ ആത്മീക ശോഷിച്ച അനുഭവങ്ങൾ മാറി. ആത്മീക ജീവിതത്തിലെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഇടുങ്ങിയ അവസ്ഥകൾ മാറി ഒരു ആത്മീക വർദ്ധനവും നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇന്ന് രാത്രിയിൽ കേൾക്കണേ, ദൈവസന്നിധിയിൽ വരുന്ന ഒരുവൻ ഞാൻ ആത്മീക സമ്പന്നൻ എന്ന ഭാവത്തിൽ, ഞാൻ ആത്മീക സമ്പന്നൻ എന്ന ചിന്തയോടെയാണ് വരുന്നതെങ്കിൽ ഒരിക്കലും ദൈവം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നില്ല. പകരം ആമേൻ ആത്മാവിൽ ഉള്ള ദാരിദ്ര്യത്തോടെ, ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ എന്ന് വെച്ചാൽ സ്തോത്രം ദൈവം ഒരു കൃപ നിനക്ക് നൽകിയാൽ, ആമേൻ, ഞാൻ ആരോ ആണ് എന്ന ഈ ആരുടെയാ ലൂസിഫറിന്റെ സ്വഭാവം കാണിച്ചാൽ മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഞാൻ ആരോ ആയി എന്ന ലൂസിഫറിന്റെ സ്വഭാവം കാണിച്ചാൽ മനസ്സിലാക്കണം, ആമേൻ, എന്റെ ദൈവം നിന്നെ വട്ടപൂജ്യമാക്കും. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി നീ എന്തൊക്കെ ദൈവം നിന്റെ മേൽ പകർന്നാലും, എത്ര കൃപാവരങ്ങൾ എന്ന് വെച്ചാൽ അവൻ നിന്റെ നീഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നെങ്കിൽ പോലും, നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നെങ്കിൽ പോലും, നിന്റെ ജീവിതത്തെ ഇന്ന് രാത്രി ഒരാത്മീക താഴ്മ, ഒരാത്മീക ദാരിദ്ര്യം. എത്ര പേരിന്ന് രാത്രി പറയുന്നു, ഒന്നുമില്ലപ്പാ, ഒന്നുമായില്ലപ്പാ, ഞാൻ ആത്മീകമായി ഒന്നും ഞാൻ സമ്പാദിച്ചില്ലപ്പാ എന്ന ഒരു ആത്മീക ദാരിദ്ര്യം പറച്ചിലിൽ മാത്രമല്ല, നാവിൽ നിന്ന് മാത്രമല്ല, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അങ്ങനൊരു അനുഭവം, അങ്ങനൊരു സമർപ്പണം. ഹല്ലേലൂയ. അവൻ ശമൂവേൽ ബാലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അടിയനിതാ. അടിയനോട് ആരോട്
ചെയ്യണമേ. 3.5 കൊല്ലം കൂടെ നടന്ന ശിഷ്യന്മാർ അതിനിടയിൽ ഒരു ദിവസം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങപ്പാ ഗുരു, ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഏതാണ്ടായി എന്ന വിചാരമല്ല, ഇന്ന് രാത്രി ഒന്നും ആയില്ലപ്പാ എന്ന് പറഞ്ഞ് ഒരു ആത്മീക ദാരിദ്ര്യം നിന്റെ ലൈഫിൽ, നിന്റെ ചിന്താഗതികളിൽ, നിന്റെ സംസാരത്തിൽ, നിന്റെ പ്രവർത്തനങ്ങളിൽ, നിന്റെ ഇടപെടലുകളിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഒരു ആത്മീക സമ്പന്നത, ഞാൻ പറയുന്നത് സാമ്പത്തിക സമ്പന്നതയല്ല, ഞാൻ പറയുന്നത് ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി നിന്റെ ലൈഫിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ കൃപയുടെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഈ രാത്രി ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി റിലീസ് ആകട്ടെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ. എല്ലാ ദാരിദ്ര്യങ്ങളും ഇന്ന് രാത്രി മാറട്ടെ, എല്ലാ ദാരിദ്ര്യങ്ങളും ഇന്ന് രാത്രി മാറട്ടെ. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു സ്പിരിച്വൽ പ്രോസ്പെരിറ്റി നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ നോർമൽ ലൈഫില് ആ നിരക്കം താനെ മാറും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ ചില ഞെരുക്കങ്ങൾ, എന്തൊക്കെയോ ചില ദാരിദ്ര്യങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ രാത്രി അഴിഞ്ഞ് മാറട്ടെ. യശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചേ. യശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. എങ്കിലും ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായം 40-ന്റെ 31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നോക്കണേ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആരാണ്ട് പറഞ്ഞു ഇവന്റെ ആത്മീയതയൊക്കെ പോയി അല്ലെ? ആരൊക്കെയോ പറഞ്ഞു ഇവന്റെ ആത്മീകതയൊക്കെ പോയി, ഇവൻ തകർന്നുപോയി, ആമേൻ, ഇവൻ ഉടഞ്ഞുപോയി, ഇവൻ പിന്മാറ്റത്തില്ല. എന്നാൽ ചിലരൊക്കെ അങ്ങനെ വിധി എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ഈ രാത്രി ഞാൻ പറയട്ടെ, ഒരു കഴുകനെ പോലെ ഈ ദിവസങ്ങളിൽ നീ ചിറകടിച്ച് കയറുന്നത്. നീ തീർന്നെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ നിന്റെ ജീവിതത്തിനൊരു ആത്മീക അധപതനം സംഭവിച്ചു എന്ന് പറഞ്ഞ ശത്രുമണ്ഡലങ്ങളുടെ മുമ്പിൽ ഈ രാത്രി ഇങ്ങനെ ഞാൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. എവിടെ കയറും? എവിടെ കയറും എഴുതിയിരിക്കുന്നേ? എവിടെ കയറും എഴുതിയിരിക്കുന്നേ? ഇന്ന് രാത്രി മനസ്സിലാക്കണം, എവിടെയാണ് ഈ കഴുകൻ കയറുന്നത്? ഈ കഴുകൻ കയറുന്നത് മറ്റേത് പക്ഷിക്കും, മനസ്സിലായോ? വേറെ ഒരു പക്ഷിക്കും കയറാൻ കഴിയാത്തൊരു ലെവലിലേക്ക് വേറെ ഒരു പക്ഷി എത്ര പറന്നാലും എത്ര ചിറകടിച്ചടിച്ചാലും കയറാൻ കഴിയാത്തൊരു മണ്ഡലത്തിലേക്ക്, ഒരു ലെവലിലേക്ക് ഈ കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ ഇന്ന് രാത്രി ഇവിടെ നിനക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, കൃപയുടെ വചനം നിനക്ക് വേണ്ടി ചലിക്കുമ്പോ ഒരു ആത്മീക വർധനവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എങ്ങനെ? വേറെ ഒന്നിനും
കയറാൻ കഴിയാത്തൊരു ലെവലിലേക്ക് ചിറകടിച്ച് കയറാൻ 2025 എന്റെ ദൈവം ഇരട്ടി മുഖാന്തരങ്ങൾ നിന്റെ മുമ്പിൽ എടുക്കുന്നു. ചലിക്കേണ്ട ദൈവശക്തി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ചില മേഖലകളിൽ ഈ രാത്രി ചലിക്കാൻ പോകുകയാണ്. ചില വ്യക്തികൾക്ക് വേണ്ടി ആ സാന്നിധ്യം ഈ രാത്രിയിൽ ചലിക്കാൻ പോകുകയാണ്. ആമേൻ. ചിറകടിച്ച് കയറാൻ റെഡിയായിക്കോ. നിന്റെ പ്രശ്നങ്ങൾക്ക് മീതെ ചിറകടിച്ച് കയറാൻ റെഡിയായിക്കോ. ആമേൻ. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണെന്ന് വായിച്ചേ. യെസ്. അപ്പോ യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. യെസ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നോക്കണേ, ഞാൻ സാക്ഷാൽ എന്താണ്? കർത്താവ് പറയുവാണ്, കർത്താവ് യേശു പറയാ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. 2, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ എന്ത് ചെയ്യും? ഈ കൃപയുടെ വചനത്താൽ ഉണ്ടാകാത്ത ആത്മീകതയും എല്ലാം എന്ത് ചെയ്യും? നീക്കിക്കളയും. അടുത്ത്, കായ്ക്കുന്നതൊക്കെയും അധികം. നീ കുറയല്ല, അധികം എന്ന് വെച്ചാൽ ആത്മീക വർധനവ്. ആ ഒരു പദമാണ് വരുന്നത്, ഒരു വർധനവ്. സ്വത്രം പറഞ്ഞാട്ടെ, ഒരു വർധനവ്. ഇന്ന് രാത്രി ആരാണ്ടൊക്കെ നീ ശോഷിച്ചു പോകാൻ, ആരാണ്ടൊക്കെ നീ ക്ഷയിച്ചു പോകാൻ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുമ്പോ കർത്താവ് ഇന്ന് രാത്രി നിന്നെ നോക്കി പറയുന്നു, ആ ശോഷിച്ച, ആ ക്ഷയിച്ച അനുഭവങ്ങൾ ഇന്ന് രാത്രി മാറിയിട്ട് ഈ ദിവസങ്ങളിൽ നീ അധികം ഫലം കായ്ക്കേണ്ടവര്. ഗ്ലോറി. അടുത്ത വായിച്ചേ. അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി എന്ത് ചെയ്യുന്നു? വെടിപ്പാക്കുന്നു. അപ്പൊ ഇന്ന് രാത്രി മനസ്സിലാക്കണം, എവിടെ കൂടെയെങ്കിലും ഒരു ചെത്ത് വരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ചെത്തുന്നൊരു അനുഭവം. ഈ വെട്ടുകൊണ്ട് ചെത്തുകൊണ്ട്, അല്ലെ? അവിടെ കഴിഞ്ഞിരിക്കുന്ന നീക്കിക്കളയുന്നു എന്ന് വെച്ചാൽ വെട്ടുക എന്നാ. എന്നാൽ അടുത്ത് പറയുന്നത് ആ വാക്യത്തിൽ തന്നെ, 2-ാം വാക്യത്തിൽ തന്നെ അടുത്ത് പറയുന്നത്, അവസാനം പറയുന്നത് എന്താ? കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ചെത്തി എന്ന് വെച്ചാൽ ഈ കത്തി ഉണ്ടല്ലോ, ഈ ഉപയോഗിക്കുന്ന കത്തി ഇങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം വെട്ടുകാനാ. അല്പ ചരിച്ചാണെങ്കിൽ മനസ്സിലാക്കിക്കോളെ, എന്തിനാ? ചെത്താനാ. എന്ന് വെച്ചാൽ ഇച്ചിരി വേദനകൾ ഉണ്ടാക്കും, ചില പ്രയാസങ്ങളിലൂടെ പോകും. ചിലപ്പോ വിചാരിക്കും ദൈവം പോലും കൈവിട്ടെന്ന്. ചിലപ്പോ വിചാരിക്കും ദൈവം പോലും നമ്മളെ കൈവിട്ടു എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നീ ഭാരപ്പെടണ്ട. ദൈവം നിന്നെ വെട്ടുകയല്ല, ചെത്തുക. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? ഞാൻ തെളിച്ചു പറയാം. എന്തൊക്കെ പ്രശ്നം വന്നിട്ടും, എന്തൊക്കെ പ്രതികൂലം വന്നിട്ടും, നീ തല ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, നീ ഫലം കായ്ക്കണമെന്ന് തോട്ടക്കാരൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ദൈവം നിന്നെ ചെത്തുന്നു എന്ന് വെച്ചാൽ എന്തൊക്കെ വേദന വന്നിട്ടും നീ തീരുന്നില്ല. നീ എപ്പോഴും ഈ മുന്തിരി വള്ളിയില്ല, അല്ലേ?
നിന്നെ വെട്ടിയതാണെങ്കിൽ ഇത് മുന്തിരിവള്ളിയെന്ന് വിചാരിക്കുക, ഇത് മുന്തിരിവള്ളിയെന്ന് വിചാരിക്കുക. നിന്നെ വെട്ടിയതാണെങ്കിൽ ഈ കൊമ്പ് ഇവിടെ കാണില്ല, ഈ കൊമ്പ് പോകും, നീക്കിക്കളയൊന്നാ എഴുതിയിരിക്കുന്നേ. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ നീക്കിക്കളഞ്ഞില്ല. 2025 2-ാം മാസം ആരംഭ വ്യാഴാഴ്ചയായിട്ട് നീ എന്നും നിൽക്കുക. നീ നീങ്ങണമെന്ന് പലരും ആഗ്രഹിച്ചു, നിന്നെ നീക്കിക്കളഞ്ഞു എന്ന് വരെ പലരും പറഞ്ഞു. പക്ഷെ നീ നീങ്ങിയില്ല, എപ്പോഴും മുന്തിരിവള്ളി തന്നെ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്റെ ഒരു ചോദ്യമാണ്, 100 വർഷം 100 വയസ്സ് വരെ, വർഷമല്ല 100 വയസ്സ് വരെ അബ്രഹാം എന്ത് ചെയ്തു? മക്കളില്ലാത്തവനായി. എന്ന് വെച്ചാൽ മക്കളുണ്ട്, എന്റെ സ്വന്തം ഭാര്യയിൽ എന്തില്ല, സാറയിൽ എന്തില്ല, മക്കളില്ല. ഇതാണ് പുള്ളി ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ വാഗ്ദത്വവും. അതിനകത്തൊരു ദൂതുണ്ട്. നിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ വാഗ്ദത്വം ഒന്നാണെങ്കിൽ അത് ചരിത്രമായിരിക്കും. ഇത് എത്ര വർഷം കാത്തിരിക്കേണ്ടി വന്നു? ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ. 25 അല്ല 50 വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ഈ കൊമ്പ് ഈ മുന്തിരിവള്ളിയിലാണെങ്കിൽ, എന്ന് വെച്ചാൽ നീ നിർജീവമായി പോയിട്ടും, നീ നിർജീവമായി പോയിട്ടും, മനസ്സിലാവുന്നുണ്ടോ? യാതൊന്നും ചെയ്യാൻ കഴിയാതെ നീ നിർജീവമായി പോയിട്ടും ഇപ്പോഴും നീ മുന്തിരിവള്ളിയിലാണെങ്കിൽ, ദൈവം നിന്നെ നീക്കിക്കളഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നീ ഫലം കായ്ക്കും. എന്ന് വെച്ചാൽ അബ്രഹാമിന് തോന്നിക്കാണും ദൈവം ചുമ്മാതെ പറയുന്നതാ, തരും 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 അല്ലേ? ദൈവം എല്ലാം തരും തരും തരും, ആര് എപ്പോ പ്രവചിച്ചാലും ഇതാ തരും, ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, ആഗ്രഹിച്ച നന്മയൊന്നും വരുന്നില്ല, ആഗ്രഹിച്ച വിടുതലൊന്നും വാഗ്ദത്വമൊന്നും പ്രാപിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങോട്ട് നീങ്ങുന്നുമില്ല. ദൈവം നിന്നെ നീക്കിക്കളയാതെ ഇന്നും ഭൂമിയുടെ പരപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ എങ്ങനെ അധികമായി ഫലം കായ്ക്കും. കിട്ടിയോ? ആമേ. അടുത്ത വായിച്ചേ, 13-ാം വാക്യം. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, ഇവിടെയും വരുന്നത് ആ കൃപയുടെ വചനമാണ്. ഈ വചനമാണ് നിനക്കൊരു ആത്മീക വർധനവ് തരുന്നേ. ഈ കൃപയുടെ വചനമാണ് നിന്നെ അധികം എന്ത് ചെയ്യുന്നേ? ഫലമുള്ളതാക്കി തീർക്കുന്നത്. അടുത്ത് 4-ാം വാക്യം മുതൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടെ. ഞാൻ നിങ്ങളിൽ വസിക്കും. 4-ാം വാക്യം, എന്നിൽ വസിപ്പേൻ. ഇന്ന് രാത്രിയിലെ ദൂതാണ്. എന്നിൽ കർത്താവ് പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു ആത്മീക വർധനവ് ഇന്ന് രാത്രി വേണമെങ്കിൽ, ആർക്കായാലും നമ്മളൊക്കെ പറയാറുണ്ട്, കർത്താവ് എനിക്ക് ആത്മീകമായി വളരണം, ആത്മീകമായി വളരണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ നമുക്കൊരു ആത്മീക വർധനവ് ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് വഴി? എന്നിൽ വസിപ്പിൻ. അടുത്ത, ഞാൻ നിങ്ങളിലും വസിക്കും. അടുത്ത, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ
കഴിയുകയില്ല. നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ അപ്പൊ ഈ മുന്തിരിവള്ളിയും ക്രിസ്തുവിൽ വസിക്കാതെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഫലം കായ്ക്കാൻ കഴിയില്ല. 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഈ ദിവസങ്ങളിൽ വളരെ ഫലം കായ്ക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒത്തിരി വളരണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിന് വേണ്ടി ആത്മീകമായി വർദ്ധിക്കണമെന്ന് പ്രവർത്തിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ചിലര് പറയുന്നത് ഇന്ന ഭാഷയോടെ പോയാൽ എനിക്ക് ആത്മീയ വർധനമോ. ഈ ദിവസങ്ങളുടെ കർത്താവിൽ വസിക്കണം. ഒരു വ്യക്തിയോ ഒരു ദൈവദാസനല്ല നിനക്ക് ആത്മീക വർധനവ് തരുന്നത്. നീ ക്രിസ്തുവിൽ വസിക്കണം. അടുത്ത അവൻ വളരെ ഫലം കായ്ക്കും. 5-ാം വാക്യം. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. മനസ്സിലാക്കണം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒരു വർധനവും ഇല്ലെന്നർത്ഥം. മനസ്സിലായോ? കർത്താവിനെ പിരിഞ്ഞിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. അടുത്ത എന്നിൽ വസിക്കാത്തവനെ, എന്നിൽ കർത്താവിൽ കർത്താവ് പറയുക, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട്. ഒരു കൊമ്പ് പോലെ. നമ്മൾ കർത്താവിന് വസിച്ചില്ലെങ്കിൽ ഒരു കൊമ്പിനെ വെട്ടിക്കളയുന്ന പോലെ എന്ത് പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇത്രയും വൈകിട്ട് നീ ഉണങ്ങിയില്ലെങ്കിൽ ഈ രാത്രി മനസ്സിലാക്കിക്കോ, നീ ഇനിയും ഫലം കായ്ക്കും. എന്ന് വെച്ചാൽ നീ ഉണങ്ങി പോയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും പ്രതികൂലങ്ങൾ, ഇത്രയും വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിനെതിരെ വന്നിട്ടും നീ ഉണങ്ങിപ്പോകുന്നില്ലെങ്കിൽ, നീ ഉണങ്ങിപ്പോയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? എന്റെ ദൈവം നിന്നെ വെട്ടി മാറ്റിയിട്ടില്ല. ഈ നാളുകളിൽ ഇനിയും നീ ഫലം കായ്ക്കുക തന്നെ ചെയ്യും. അടുത്ത് ആ വക ചേർത്ത് തീയിടുന്നു. അത് വെന്ത് പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളെയും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിച്ച് അത് നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ നിർത്തുക തൽക്കാലം. നിങ്ങൾ എന്നിലും എന്താണ്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോ അപേക്ഷിക്കുന്നതൊക്കെ കിട്ടണമെങ്കിൽ എന്താണ് വഴി? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം. അപ്പൊ നമ്മൾ കർത്താവിലും കർത്താവിന്റെ വചനം നമ്മിലും വസിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അപേക്ഷിക്കുന്നതും ദൈവം നമുക്ക് തരും. ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിലൊന്ന് വസിക്കാം. ദൈവത്തിന്റെ വചനം വെറുതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമാണ്, ഈ ബാലരമയോ വനിതയോ വായിച്ചു വിടുന്ന പോലെ വായിച്ച് രസിക്കേണ്ട പുസ്തകമല്ല വചനം. ആമേൻ. വായിച്ച് ധ്യാനിക്കേണ്ടതാണ് വചനം. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു വാക്യം തന്നെ കുറേ പ്രാവശ്യം ആവർത്തിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ വചനത്തിനകത്തൊരു ജീവനുണ്ട്, ഈ വചനത്തിനകത്തൊരു ശക്തിയുണ്ട്, ഈ വചനത്തിനകത്തൊരു വിടുതലുണ്ട്, ഈ വചനത്തിനകത്തൊരു രക്ഷയുണ്ട്. അത് നിന്റെ ഉള്ളിൽ കയറണം. കയറുന്നത് വരെ ഈ വചനം വായിക്കണം. അപ്പോ എങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു വിടുതൽ നമുക്ക് കിട്ടും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി കിട്ടും. എല്ലാ കണ്ണുകളും ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമാക്കുന്ന നല്ല രാത്രിക്കായി സ്തോത്രം. ഒരാത്മീക വർധനവ് തന്റെ മക്കളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിലും കർത്താവിന്റെ കൃപയുടെ വചനത്തിലും ഇവിടെ ഞാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ റപക ശാന്തുനിയാം സേലിയാന്തനസ്യാഗത
വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ചലിക്കട്ടെ. തന്റെ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി ഈ രാത്രിയിൽ ചലിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാവരും കർത്താവ് മറച്ചാട്ടെ. ദൈവശക്തിയുടെ വലിയ സാമേൻ പകർച്ച, ഒരാത്മീക വിടുതൽ ഇന്ന് രാത്രി തന്റെ മക്കളുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെടാൻ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ തന്റെ മക്കൾക്കായി ചെയ്താട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ആത്മീക വർധനവ് ഈ നാളുകളിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥിച്ച് ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാം വരവോളം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. ജയമെന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.